ഹലോ ഗൈസ്, ലക്ഷദ്വീപിന് രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 9:30 സ്കൂബ ഡൈവ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സ്കൂബ ഡൈവിന് പോകണം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ മെയിൻ ആയിട്ട് ഉൾക്കൊള്ളിക്കാൻ പോകുന്നത് സ്കൂബ ഡൈവ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് ഇന്നത്തെ ഫുഡ് എന്താണെന്ന് കാണാം. നമുക്ക് ജസ്റ്റ് ലക്ഷദ്വീപ് വന്നിട്ട് ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ, ദോശ, സാമ്പാർ, ചട്നി. അതാണ് ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ സ്കൂബ ഡൈവിന് പോവാണ്. നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇനി കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ ഇവിടെയാണ് സ്കൂബ ഡൈവ് ചെയ്യാൻ വന്നിരിക്കുന്നത്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ വന്ന റോഡാട്ടത്. ഇതാണ് നമുക്കുള്ള ഓക്സിജൻ സിലിണ്ടറുകൾ. സ്കൂബ ഡൈവ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ള സിലിണ്ടറുകളാണിത്. സോ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് നമുക്കൊരു മെഡിക്കൽ ഫോം ഉണ്ട്. സോ നമുക്ക് ഈ മെഡിക്കൽ ഫോം ഫില്ല് ചെയ്യണം. കാരണം എനിക്കറിയണം നിങ്ങളുടെ ലൈക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻ എന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് തിരിച്ച് പറഞ്ഞു തരാനും പറ്റും, അത്രയും എനിക്ക് കെയർ ചെയ്യാൻ പറ്റും. ലൈക്ക് ഓക്കെ. ഇവരിവിടെ സ്കൂബ ഡൈവ് മാത്രമല്ല, കയാക്കിംഗ് ഉണ്ട്, സ്നോർക്കലിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബനാന റൈഡ്, ഗ്ലാസ് ബോട്ട് റൈഡ്, അങ്ങനെ പല ആക്ടിവിറ്റീസും ഇവിടെ നടത്തുന്നുണ്ട് ഇവർ. എന്തായാലും നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നമുക്ക് ഈവനിങ്ങിൽ വന്നിരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ സ്കൂബ ചെയ്യാൻ പോകുന്ന ബോട്ടാണിത്. സ്കൂബ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഉൾക്കടലിലോട്ട് പോകണം. എല്ലാവരും കേട്ടിട്ടില്ല ലൈക്ക് സ്കൂബ ഡൈവിംഗ്. സ്കൂബ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇറ്റ്സ് എ ഷോർട്ട് ഫോം SCUBA, സ്കൂബ, സെൽഫ് കണ്ടെയ്ൻ അണ്ടർ വാട്ടർ ബ്രീതിങ് അപ്പാരറ്റസ്. മീൻസ് നമ്മുടെ കയ്യിൽ കുറേ അപ്പാരറ്റസ് ഉണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് അപ്പാരറ്റസ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ അതിൻ്റെ ഒരു ബേസിക് എക്യുപ്മെൻറ്റ്സ് ആണ് ഇത്. മാസ്ക് എന്ന് പറയും, അണ്ടർ വാട്ടർ വിൻഡോ. നമ്മുടെ ബോട്ട് അങ്ങനെ കടലിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകുന്ന സമയത്ത് താഴെയായിട്ട് ഒരുപാട് കോറൽസ് കാണാൻ പറ്റൂട്ടോ. ഒരു രക്ഷയില്ലാത്ത കളറാണ് വെള്ളത്തിൻ്റെ. ഒരു പച്ചയും നീലൊക്കെ ചേർന്നൊരു അടിപൊളി കളറ്. ഞങ്ങളെല്ലാവരും സ്കൂബ ചെയ്യാൻ പോകുന്നതിൻ്റെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. നമ്മുടെ ഒപ്പം ബോട്ടിലുള്ള ആരും ഇതിനു മുമ്പ് സ്കൂബ ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് സ്കൂബ ചെയ്യുന്നതാണ് എല്ലാവരും. അപ്പോൾ അതിൽ ചെറിയ ടെൻഷൻ ഉണ്ട് എല്ലാവർക്കും. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ട് നമ്മൾ ബോട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം നമ്മുടെ ബോട്ട് സ്ലോ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് നമ്മൾ സ്കൂബ ഡൈവ് ചെയ്യുന്നത്. അപ്പം ഞാൻ തന്നെയാണ് ഫസ്റ്റ് സ്കൂബ ചെയ്യാൻ ഇറങ്ങുന്നത്. നമ്മൾ ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ അവർ അപ്പാരറ്റസ് ഒക്കെ സെറ്റ് ചെയ്ത് തരും. അതിനുശേഷം നമുക്ക് ബ്രീത്തിങ് ഓക്കെ ആക്കണം. അതിനുവേണ്ടി ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് ബ്രീത്ത് ചെയ്യാനുള്ള ട്രെയിനിങ് അവർ നമുക്ക് തരും. ബ്രീത്തിങ് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് സ്കൂബ ചെയ്യാനായിട്ട് കടലിനടിയിലോട്ട് പോവാം. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഇറങ്ങിയപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ബ്രീത്തിങ് ഒക്കെ സെറ്റായി. ഞാനിനി നേരെ സ്കൂബ ചെയ്യാനായിട്ട് കടലിനടിയിലോട്ട് പോവുകയാണ്. എൻ്റെ പൊന്നൊരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. നമ്മളിപ്പോൾ വേറെ ഏതൊരു ലോകത്ത് വന്ന പോലത്തെ ഒരു ഫീലാണ് ശരിക്കും. അത്രക്കും മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത്. കടലിൻ്റെ അടിയിൽ ഒരുപാട് കോറൽസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് എത്ര ടൈപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഓരോ സൈഡിലോട്ട് നോക്കുമ്പോൾ ഓരോ ടൈപ്പ് കോറൽസ് ആണ്. അതുപോലെ തന്നെ മീനുകളും. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഒരുപാട് ടൈപ്പ് കോറൽസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ആ കോറൽസിനോട് ബന്ധപ്പെട്ട് ഒരുപാട് മീനുകളും ഉണ്ടാവും. ഏകദേശം ആ കോറലിൻ്റെ കളറിനോട് സാമ്യമായിട്ടായിരിക്കും ആ മീനുകളുടെ കളറും. നമ്മൾ ഈ കോറലിൻ്റെ അടുത്ത് വന്നപ്പോൾ കണ്ട മീനുകളാണിത്. ഈ മീനുകൾ ഈ കോറലിൻ്റെ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. മിക്കവാറും അതിൻ്റെ ഉള്ളിൽ അവരുടെ കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ അത് മുട്ടയിട്ടിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിൽ.
അതുകൊണ്ടായിരിക്കണം അതുങ്ങൾ മാറാതെ അവിടെ നിൽക്കുന്നത്. ഇവരെ കുറിച്ച് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ഫൈൻഡിങ് നിമോ എന്ന് പറഞ്ഞ ഫിലിമിലൂടെ ഫേമസ് ആയ ക്ലൗൺ ഫിഷ് ആണിത്. നിമോ ഫിഷ് എന്നുള്ള പേരിലാണ് ഇവർ കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. ക്ലൗൺ ഫിഷിന്റെ തൊട്ടടുത്ത് ഈ നൂല് പോലെ പാറുന്ന സംഭവം കണ്ട, അതാണ് സീ അനിമോൺ. ഈ സീ അനിമൺസിന്റെ ഉള്ളിലാണ് നമ്മുടെ ക്ലൗൺ ഫിഷുകൾ താമസിക്കാറ്. ഈ സീ അനിമോന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ഇലക്ട്രിക് ഷോക്ക് ഉണ്ട്. അത് നമ്മുടെ ക്ലൗൺ ഫിഷുകൾക്ക് അത് ഫീൽ ചെയ്യില്ല, പക്ഷെ മറ്റു മീനുകൾക്ക് അത് ശരിക്കും ഫീൽ ചെയ്യും. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് മറ്റു മത്സ്യങ്ങൾ കയറി വരില്ല. അതുകൊണ്ട് തന്നെ സ്വൈര്യമായിട്ട് നമ്മുടെ ക്ലൗൺ ഫിഷുകൾ അതിൻ്റെ ഉള്ളിൽ താമസിക്കുകയും ചെയ്യും. സ്കൂബ ഡൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് ഈ മീനുകളുടെ കാഴ്ച. എനിക്കിതിൽ ക്ലൗൺ ഫിഷിൻ്റെ പേര് മാത്രമേ അറിയുള്ളൂ, ബാക്കി ഫിഷുകളുടെ പേരൊന്നും അറിയില്ല. ഒരുപാട് ഫിഷുകൾ നമ്മുടെ ക്യാമറയുടെ മുന്നിലുള്ള വ്യൂ ആണത്. നമുക്ക് ചുറ്റും ഇതുപോലെ മീനുകൾ കിടന്ന് കറങ്ങുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പവിഴപ്പുറ്റുകളുടെ ഇടയിലെല്ലാം ഒരുപാട് മീനുകളുണ്ട്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും മീനുകളെ. ഈ പാറക്കല്ല് പോലെ ഇരിക്കുന്നതെല്ലാം കോറൽസ് ഉണ്ടോ. ഈ കാണുന്ന ഫിഷുകളാണ് നമ്മൾ ഇന്ന് സ്കൂബ ഡൈവ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ തവണ കണ്ടത്. ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഇവർ. ഇപ്പോൾ ഈ കണ്ടത് ഗ്രൂപ്പാണ്, അതല്ലാതെ നമുക്ക് ചുറ്റും വേറെ പല ഗ്രൂപ്പുകളും ഉണ്ട് ഇവരുടെ. നമ്മൾ ഒരിക്കലെങ്കിലും ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് സ്കൂബ ഡൈവ് എന്നുള്ളത്. ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷ ഉണ്ടായില്ല. നമുക്ക് ശരിക്കും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരിക്കും സ്കൂബ ഡൈവ്. ഓരോ പ്രാവശ്യം നമ്മൾ സ്കൂബ ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകളെല്ലായിരിക്കും നമ്മൾ മറ്റൊരു സ്ഥലത്ത് ചെയ്യുമ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ എത്ര പ്രാവശ്യം നമ്മൾ സ്കൂബ ചെയ്താലും നമുക്കൊരു പുതുമ ഫീൽ ചെയ്യും. ഈ കാണുന്നത് സീ അനിമോണാണ് കേട്ടോ. ഇത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഉള്ളിലോട്ട് വലിഞ്ഞ് കയറി പോകുന്നുണ്ട്. ശരിക്കും ഇത് തൊടുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ തൊട്ട് നോക്കിയിട്ട് എനിക്കങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. ശരിക്കും ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമ്മുടെ ഈ സ്കൂബ ഡൈവ്. സ്കൂബ ഡൈവ് കഴിഞ്ഞിട്ടുണ്ട്. ബോട്ടിലോട്ട് കയറാം. ലക്ഷദ്വീപ് വരുന്നവർ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കൂബ ഡൈവ്. ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല. അപ്പൊ സ്കൂബ ഡൈവിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.